എല്ലാവർക്കും നമസ്കാരം. ദേവീസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നറനീണ്ടി സർവത്ത്. നമ്മൾ കടകളിൽ ഇതൊക്കെ മേടിക്കൂലേ, അപ്പോൾ അത് നമ്മൾ വീട്ടിൽ ചെയ്യാണ്. അത് നറുനീണ്ടി നമുക്ക് ഈ മരുന്ന് കടകളിലൊക്കെ കിട്ടും. നറുനീണ്ടിയുടെ വേരാണത്. ഇത് വെള്ളത്തിലിട്ട് 2-3 മണിക്കൂർ വെള്ളത്തിലിട്ട് നല്ലോണം കുതിർന്ന് കഴുകി, ഇതിൽ മണ്ണൊക്കെ ഉണ്ട്, കഴുകി 2-3 പ്രാവശ്യം കഴുകി വച്ചേക്കണതാണ്. ഇനി ഇത് ഒന്നും കൂടിയും കഴുകി നമ്മൾ എടുക്കണം. എന്നിട്ട് ഇത് തുണിയാണ്. ഈ തുണി 2 ലെയറായിട്ട് എടുത്തിട്ട് നമ്മളിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ കെട്ടുക. ഇങ്ങനെ കിഴിയായിട്ട് കെട്ടുക. ചട്ടി വെച്ചു. നമ്മളൊരു 1/2 കിലോ പഞ്ചസാര ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതെ, നമ്മൾ പഞ്ചസാര ക്യാരമലൈഡ് കണ്ട കളർ കണ്ട, നല്ല തേൻ്റെ കളറായി. ഇനി നമ്മളിതൊന്ന് ഡൈലൂട്ട് ചെയ്യാനായിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. ഇത് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ കട്ടയാവും. അത് കഴിഞ്ഞ് പതുക്കെ നമുക്ക് ഇത് അലിയിച്ച് എടുക്കാൻ പറ്റും കേട്ടോ. നമ്മളിത് കണ്ട, ഇത് കട്ടയായണ്ട. ഇത് നമ്മൾ പതുക്കെ ചെറു തീയില് നമ്മളിതേ പഞ്ചസാരയില്ലേ ക്യാരമലാക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ വലിയ ഉരുളിയിലേക്ക് ഒഴിച്ച് പഞ്ചസാരയൊക്കെ ചേർത്ത് അടുത്ത ഇത് കാണിച്ചു തരാം. ഇതിപ്പോൾ ഉരുളി ചൂടായി കഴിഞ്ഞിട്ട് വെള്ളം ഒഴിക്കുകയാണ്. 4 ലിറ്റർ വെള്ളം നമ്മൾ ഒഴിക്കുകയാണ്. നമ്മൾ 4 കിലോ പഞ്ചസാരയാണ് ഇടുന്നത്. അത് ഈ വെള്ളത്തിലേക്ക് ഇടണം. നമ്മൾ 4 കിലോ പഞ്ചസാര ഇട്ട് ഇനി ഈ പഞ്ചസാര നല്ലോണം അരിയണം. പഞ്ചസാര അരിഞ്ഞു. ഇനി ഇതേ നമ്മൾ നറുനീണ്ടി കിഴി കെട്ടിയത് ഇതിലേക്ക് ഇടണം. ഇനി ഇത് കിടന്ന് ഒരു 2-3 മണിക്കൂർ കിടന്ന് തിളച്ച് ഇതിൻ്റെ സത്ത് മുഴുവൻ ഇതിലേക്ക് ഇറങ്ങി ഈ പഞ്ചസാരപ്പാനി കുറച്ച് വറ്റി നല്ല സെറ്റാവും. അതിൻ്റെ ഇടയ്ക്ക് ഈ പതഞ്ഞു വരും അഴുക്കൊക്കെ. ചിലർ മുട്ട ചേർക്കും. ഞങ്ങൾ അങ്ങനെയല്ല, പതഞ്ഞു വരുമ്പോൾ ആ അഴുക്ക് ഇങ്ങോട്ട് കോരി എടുക്കണം ഇങ്ങനെ. അപ്പോൾ അത് പതഞ്ഞു വരുമ്പോൾ കാണിച്ചു തരാം നമ്മൾ കോരി എടുക്കണം എങ്ങനെയാണ്. 2 ആഴ്ച മുമ്പ് മോൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ തലേ ദിവസം മുന്നവർക്കൊക്കെ വെള്ളം കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് ടാങ്ക് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കണ്ട, ഇത് തന്നെ നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കണത് മതിയെന്നും പറഞ്ഞ് നമ്മൾ ഇത് സർബത്ത് ഉണ്ടാക്കി. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എല്ലാവരും ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ചോദിച്ചു ഇത് എങ്ങനെയാണ്. നല്ല നല്ല ടേസ്റ്റായിട്ടുണ്ട്. കടയിൽ നിന്ന് മേടിക്കുമ്പോൾ അവരെന്തോ ഇതൊക്കെ ചേർക്കുന്ന തോന്നണേ, അതുകൊണ്ടായിരിക്കും. അത് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഒന്ന് ഉണ്ടാക്കി എല്ലാവരെയും കാണിച്ചപ്പോൾ ഞങ്ങൾ അന്ന് പറഞ്ഞു ഞങ്ങൾ ഇനി ഉണ്ടാക്കാം, വീഡിയോ ഇടാം. അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനീ ചെയ്യുന്നത് കേട്ടോ. അപ്പുറം പഞ്ചസാരയ്ക്കും വെള്ളത്തിനൊക്കെ കൂടി 1/2 കിലോ നറുനീണ്ടിയാണ് ഞങ്ങൾ ഇട്ടേക്കുന്നത്. നറുനീണ്ടി നല്ലോണം ഇട്ടാലാണ് അതിൻ്റെ സ്വാദ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കണത്. ഇനി കാണിച്ചു തരാം കേട്ടോ. ഇനി നമ്മൾ ക്യാരമൽ ചെയ്ത് വെച്ചാണ് പഞ്ചസാര ഇതിലേക്ക് ഒഴിക്കുക. അത് കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് കളർ വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് അത് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഈ കാരമൽ ചെയ്ത ഇത് ഇതിലിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ട പിടിക്കും.
അപ്പം നമ്മൾ കാരമൽ ചെയ്ത് അതിലിത്തിരി വെള്ളം ഒഴിച്ച് ലയിപ്പിച്ചിട്ട് ഒഴിക്കുകയാണെങ്കിൽ കട്ട പിടിക്കില്ല. അല്ലെങ്കിൽ ഇതിലേക്ക് ഒഴിക്കുമ്പോഴത്തേക്കും ചൂടുള്ളതിൽ അത് കട്ടയാവുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇനി ഇതൊരു 3 മണിക്കൂറെങ്കിലും ഇതിൽ കിടന്ന് ഇങ്ങനെ ചെറുതായിട്ട് തിളച്ച് വരും. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അഴുക്കൊക്കെ എടുത്ത് കളഞ്ഞ് സമയം പിടിക്കും, നല്ല സമയം പിടിക്കും ഇതിന്. അങ്ങനെ എടുത്താലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ സത്ത് മുഴുവൻ ഇതിലേക്ക് ഇറങ്ങണമല്ലോ. അപ്പോൾ ഇതിൽ കിടന്ന് തിളച്ച് വറ്റണം. ഇതിൽ ഞങ്ങൾ പറഞ്ഞില്ലേ, തിളച്ച് കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ അഴുക്ക് വരുന്നു. ആ അഴുക്ക് നമ്മളിതിങ്ങനെ ഇതുകൊണ്ട് ഇങ്ങനെ എടുത്ത് ഇതേ അങ്ങനെ ഇട്ടേക്കണ അഴുക്കാണിട്ടത്. തിളച്ച് വരുന്ന കഴിയുമ്പോൾ മുട്ടയൊന്നും ചേർക്കണമെന്നില്ല, നമുക്ക് ഇങ്ങനെ കിട്ടും. മുട്ട ചേർത്ത് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടായിട്ടല്ല, മുട്ട ചേർക്കാറില്ല. ഇങ്ങനെ സുഖമായിട്ട് കിട്ടും നമുക്ക്. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒരു തരി അഴുക്ക് പോലും ഉണ്ടാവില്ല. കണ്ടോ? അപ്പം ഇതിൽ വന്ന അഴുക്ക് നമുക്ക് ഇങ്ങനെ എടുക്കാം കേട്ടോ. ഇത് അഴുക്കുകളാണ്. അപ്പം നമ്മുടെ സർവത്ത് റെഡി ആയിട്ടുണ്ട്. കണ്ട കളറ് കണ്ട? ഇത് ഈ അടുപ്പായതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ആയത്. നമ്മൾ ചെറിയ അടുപ്പോ അടുക്കളയിൽ ചെറിയ ഗ്യാസിൻ്റെ അടുപ്പൊക്കെ ആണെങ്കിൽ ആവില്ല. ഈ അടുപ്പത്തായതുകൊണ്ട് നമ്മൾ ആ സമയത്തിനേക്കായും പെട്ടെന്ന് ആയി. കണ്ട നല്ല കളറൊക്കെ നോക്കി അല്ല. അപ്പോൾ നിങ്ങൾ ഇതുമാതിരി കുറച്ചാണെങ്കിലും നമുക്ക് കുറച്ച് ഒരു 1/4 കിലോ മേടിച്ചൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കടയിൽ നിന്ന് മേടിക്കണ ഇത് കഴിക്കണ്ട, നല്ലതുമാണ്. നമ്മൾ പഞ്ചസാരയുടെ അടുക്ക കളഞ്ഞ് നമ്മൾ എടുക്കുന്നതാണല്ലോ. അപ്പോൾ ആരെങ്കിലും വരുമ്പോൾ കൊടുക്കാം. ഇനിയിപ്പോൾ വേനൽക്കാലമൊക്കെ അല്ലേ വന്നത്. ടാങ്ക് അല്ലെങ്കിൽ മറ്റേ രസ്ന എന്നൊക്കെ പറയുന്ന സാധനം അതൊക്കെ വലിയ ഗുണമുള്ള സാധനം അല്ലല്ലോ എന്തായാലും കഴിക്കണത്. അപ്പോൾ ഇതുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് നമുക്കും കുടിക്കാം. ആരെങ്കിലും വീട്ടിൽ വരുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതുമാണ്. അപ്പം എല്ലാവരും കുറേശ്ശെ ആണെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം. ഇതിൻ്റെ ടേസ്റ്റൊക്കെ കടയിൽ നിന്ന് മേടിക്കുന്ന ടേസ്റ്റേ അല്ല. കടയിൽ നിന്ന് നമ്മൾ സ്ഥിരം കുടിച്ചിട്ട് ഇത് കുടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, അപ്പോഴാണ് നമ്മൾ ഈ സർവത്തിൻ്റെ വ്യത്യാസം അറിയണത്. നമ്മൾ വീട്ടിലുണ്ടാക്കണ കടക്കാരൊക്കെ അവർക്ക് ലാഭത്തിന് വേണ്ടിയിട്ടല്ലേ ഉണ്ടാക്കുള്ളൂ, അല്ലാണ്ട് ഉണ്ടാക്കുന്നില്ല. നമ്മൾ ആവശ്യത്തിന് മധുരമൊക്കെ കടയിലെ മാതിരി ഒരുപാടൊന്നും ഒഴിക്കണ്ട. ഇതെല്ലാം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ഉണക്കുള്ള കുപ്പിയിൽ ഒഴിച്ച് വെക്കണം. നനഞ്ഞ കുപ്പിയിൽ ഒഴിച്ച് വെക്കരുത്, ഉണങ്ങിയ കുപ്പിയിൽ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാൾ നമുക്കിത് ഉപയോഗിക്കാം. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. നമ്മുടെ സർവത്ത് റെഡി. കണ്ടാ? അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാനായിട്ട്. അപ്പോൾ ഇതുമാതിരി നമ്മൾ സർബത്തുണ്ടാക്കി വീട്ടിലുണ്ടാക്കി നമ്മൾ സോഡ അല്ലെങ്കിൽ വെള്ളം ചേർത്തോ നാരങ്ങ പിഴിഞ്ഞ് എല്ലാവരും കുടിക്കുക, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.